മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ ഒരു പ്രണയിച്ചു പോയി. കെമിക്കൽ ശിവ ഇനി ഇവരുന്ന് വീട്ടകത്ത് അറിയിക്കുന്നേ. ഷു എന്നെ ഓർമ്മണ്ട എന്നാ പറ ആരാ? കെമിക്കൽ ശിവചേട്ടനല്ലേ? അടിപൊളി. അപ്പൊ എന്റെ ഓർമ്മയുണ്ട്. അങ്ങനെ വരട്ടെ. ചേട്ടന് ജാമ്യൊക്കെ കിട്ടിയായിരുന്നോ? പിന്നെ അതൊക്കെ അന്നേ കിട്ടി. അത് എപ്പോഴും കിട്ടുന്നില്ലേ? ആണല്ലേ. പിന്നെന്തോ പുതിയ പരിപാടി? ഒരു ഷോപ്പൊക്കെ തുടങ്ങണം. ഡ്രഗ്സ് വിൽക്കാനോ? ലൈസൻസ് കിട്ടുവോ? അയ്യോ അതൊന്നുമല്ല, അതൊക്കെ അന്നേ നിർത്തി. ഇതിപ്പോ ജീവിക്കാൻ വേണ്ടിട്ട് ഒരു പരിപാടിയായിട്ട് ഷോപ്പൊക്കെ തുടങ്ങി അങ്ങനെ പോണം. തീരുമാനിച്ചല്ലോ, നല്ല കാര്യം. പിന്നെ വീട്ടുകാരൊക്കെ എന്താ പറയുന്നു? വീട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു, അവരൊക്കെ ഹാപ്പി. ഞാൻ 2 ദിവസം അവരോട് ഉണ്ടായിരുന്നു, അമ്മയുടെ അടുത്തൊക്കെ. അവരൊക്കെ സന്തോഷം. ഞാൻ അങ്ങനെ പോയിട്ടില്ലേ വീട്ടില്. അപ്പൊ അങ്ങനെ നിൽക്കുന്നുണ്ടപ്പോ അവർക്ക് ഭയങ്കര ഹാപ്പി. ആണല്ലേ, നന്നായി. ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ? ഓ പിന്നെ സുഖമായിട്ടിരിക്കുന്നു. കേശു ഉണ്ട്, അകത്ത് കാണും. ശിവുന് സുഖല്ലേ? ആർക്ക്? ശിവാനി, ശിവു. ശിവു? അതെ അതെ. കേശുവിനെ അന്വേഷിച്ചെന്ന് പറയണേ. പറയാം. എന്റെ ജീവിതം മാറ്റിമറിച്ച ആളല്ലേ. അല്ല കാണണോ? കാണണമെങ്കിൽ വാ കേറ്. കാണണം. അത് ഇപ്പഴല്ലേ, ഞാൻ വേറൊരു ആവശ്യമായിട്ട് പോവാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് കാണാം. അല്ല ഇപ്പൊ എങ്ങോട്ട് പോവാ? അല്ല നമ്മുടെ പഴയ താവളയില്ലേ, അവിടെ പയ്യന്മാര് കാണുമല്ലോ. അപ്പൊ അവര് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ മഴയും പെയ്തു. അങ്ങനെ ഇവിടെ കയറി നിൽക്കാന്ന് വിചാരിച്ച്. അപ്പൊ ശിവും വന്നു. അപ്പൊ കണ്ടത് നന്നായി. അല്ല പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും കേശുവിനെ കാണാലോ. കേറാ. ശിവു താങ്ക്സ് കേട്ടോ. എന്തിന്? അല്ല എന്റെ ജീവിതം മാറ്റിമറിച്ച ആളല്ലേ. ഞാനോ? കേശു അല്ലേ? അല്ലല്ല. അതിനിപ്പോ താങ്ക്സ് ഒന്നും വേണ്ട കേട്ടോ. അതിപ്പോ ചേട്ടാ ആ ഒരു സാഹചര്യത്തില് ഞാനൊരു നിമിത്തമായി പോയി, അത്രേ ഉള്ളൂ. അതിന് താങ്ക്സ് ഒന്നും വേണ്ട. അല്ല പറയേണ്ടത് നമ്മുടെ കടമയാണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല. അല്ല ഇനിയിപ്പോ ചെന്നൈക്ക് പോകുന്നില്ലേ? പിന്നെ പോവണ്ടേ, കോളേജ് ആവുമ്പോ ഞാൻ പോവും. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? കൊഴപ്പില്ല, അങ്ങനെ പോകുന്നു. നന്നായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. ആവട്ടെ, തിരിച്ചു വരുമ്പോ കാണാം കേട്ടോ. ശരി, കേശുവിന്റെ അടുത്തൊരു താങ്ക്സ് പറഞ്ഞേക്ക്. ശരി. ശിവു എന്താ ഏട്ടാ? ബൈ ബൈ. ശിവ, നീ എപ്പോ പോയത്? ഞാൻ എപ്പോ പോയത്? നീ എപ്പോ ഇവിടുന്ന് പോയേന്ന് ചോദിച്ചു. എപ്പോ പോയ സമയം എപ്പോ? ഞാൻ പോയിട്ട് കുറച്ചു നേരമായി. ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളു. നിങ്ങളാ പഠിക്കണടാ? കെമിക്കൽ ശിവു വന്നു, നീ അറിഞ്ഞില്ലേ? എടേ ശിവു റോക്സ് ലാൻഡ് ആയിട്ടുണ്ട്. എവിടെ? നമ്മുടെ ഫോറസ്റ്റിലുണ്ടായിരുന്നല്ലോ. നമ്മുടെ ഫോറസ്റ്റിലാ? എടാ പോയി പോയി പോയി. പോയി. അവൻ എന്തിനു വന്ന്? അവൻ എന്താ മഴയത്ത് കേറി നിന്നാന്ന്. മഴയത്ത്? എടാ മഴ പെയ്യുമായിരുന്നില്ലേ, അപ്പൊ അവൻ അങ്ങോട്ട് പോവാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ കേറി നിന്നതാണ്. എന്തരടി ഇത്? ബസ് സ്റ്റാൻഡാ? മഴ പെയ്യുമ്പോ കേറിയേക്കായി? അവിടെ കേറി നിന്നത് നിനക്കെന്ത് പ്രശ്നം? അല്ല അവൻ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞേ? അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ നിന്റെ അടുത്ത് പ്രത്യേകം താങ്ക്സ് ഒക്കെ പറഞ്ഞു. നമ്മള് ഫുൾ കുടുംബത്തിനും താങ്ക്സ് പറഞ്ഞു. നമ്മളാണ് അവനെ മാറ്റിയെടുത്തതിന് നന്ദി ഉണ്ടെന്ന് പറഞ്ഞു. ആര്? അറിഞ്ഞല്ലേ?
ഷിബു റോക്സ്. ഷിബു പറഞ്ഞോട് മക്കളെ. ഷിബു കെമിക്കൽ. ഓ കെമിക്കൽ ഷിബു. അവൻ പുറത്തിറങ്ങിയ? ആ അതെ, നമ്മുടെ വീടിന്റെ പോർച്ചിലുണ്ടായിരുന്നു ഇത്ര നേരം. നമ്മുടെ വീടിന്റെ പോർച്ചിലാ? അവന് ജാമ്യം കിട്ടിയല്ലേ? സംസാരത്തിലൊക്കെ ഭയങ്കര മര്യാദയാണ് ചേച്ചി ഇപ്പൊ. മര്യാദയാ? മര്യാദ കാണിച്ചാ അവൻ തന്നെ കൊള്ളാം. അല്ല പോലീസുകാര് ബാക്കി വെച്ചാ? കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ആള് നന്നായി, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. മര്യാദക്ക് ജീവിക്കേണ്ട ചെറുക്കനായിരുന്നു. നീ ഇപ്പൊ ഈ കെമിക്കൽ ഷിബു എന്നുള്ള പേര് മാറി കിട്ടാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെടണം എന്നറിയോ? നീ ഇപ്പൊ ഒന്ന് മാറി വന്നാലോ നാട്ടുകാരോരോന്നൊക്കെ പറഞ്ഞ് ഇടിച്ചു. എങ്ങനെയെങ്കിലൊക്കെ എങ്ങനെയെങ്കിൽ നന്നായി ജീവിച്ചാ മതി. എടാ നന്നായിട്ട് ജീവിക്കാൻ നമ്മുടെ നാട്ടിൽ എന്തോരം വഴികളുണ്ട്, അത് മര്യാദക്ക് ഉപയോഗിച്ചാ മതി. അത് ചേച്ചി പറഞ്ഞ കറക്റ്റാണ്. നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ഇഷ്ടം പോലെ വഴികളുണ്ട്. പക്ഷെ എന്തോ ചേച്ചി ആ വഴികളൊന്നും ഉപയോഗിക്കാതെ ഭാര്യയും മോളെ ഇവിടെ കളഞ്ഞിട്ട് അളിയെ അവിടെ പോയി കിടന്ന് മണല് കാരണം എന്താ? അല്ല ഈ മണലേ വരണ കാര്യം പറഞ്ഞത് ഒന്നുമില്ല. ഒട്ടകത്തിന്റെ അവിടെ തരാൻ കേട്ടോ. പാലോ മുട്ടപ്പൻ? നോ, വേണ്ട വേണ്ട. ഒരിക്കൽ മാത്രം വിളി കേക്കുമോ? ഒരിക്കൽ മാത്രം വിളി കേക്കുമോ? മെർലിൻ വിളി കേക്ക്. കേശവൻ വിളിക്കുന്ന കേട്ടില്ലേ? ഒരു പ്രാവശ്യം മാത്രം വിളി കേട്ടാ മതി. എടി കുരിപ്പാ കുട്ടിത്തേവാങ്ക ഞാനേ. അയ്യോ എന്നെ കൊന്നല്ലേ ചേച്ചി. ആടി നിന്നെ ഞാൻ കൊല്ലണമേ. എന്നെ കൊല്ലുന്നേ. അയ്യോ അയ്യോ ഇതിന് കൂടെ നടന്നിട്ട് ട്രോള് ചേച്ചി. അതിപ്പോ നീയും മോശമൊന്നും അല്ലല്ലോ. കൊച്ചേ മൂത്തരെ കൈ വെക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേട്ടേ? ഹലോ ഹലോ, നോക്ക് പോയി നോക്ക്. നിനക്ക് നോക്കിയെന്ന് കുഴപ്പം? വീട്ടിലൊരാള് വന്നാ പോയി നോക്കാൻ പോലും വയ്യതിന്. ആരത്? ഹലോ ഹലോ. ഹായ്. ഞാൻ അകത്തോട്ട് കയറിക്കോട്ടെ? കേറിക്കോ. നമസ്കാരം. നമസ്കാരം. ശിവ പറഞ്ഞായിരുന്നു കണ്ട കാര്യം. ആ സുഖല്ലേ ബ്രോ? സദാ ശിവുവിന് സുഖല്ലേ? ഓ എനിക്ക് സുഖം. എന്തായി പിന്നെയും പഴയ താവളത്തില് എല്ലാരും കൂടെ കൂടാൻ തുടങ്ങിയ? അങ്ങനെയൊന്നുമല്ല, അത് അവിടെ പോയപ്പോ ക്രിക്കറ്റ് കളി നടക്കുന്നത്. ക്രിക്കറ്റ് കളിയാ? ആ പയ്യന്മാരെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുന്നു. ക്രിക്കറ്റിലേക്ക് തുടങ്ങിയ? ഓ ഞാൻ പോയപ്പോഴാണ് അറിഞ്ഞത് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുന്നു. നമുക്ക് പോവായിരുന്നല്ലേ ക്രിക്കറ്റ് കളിക്കാൻ? പോവാലോ. പിന്നെ പോവാ. എങ്ങോട്ടാ? ക്രിക്കറ്റ് കളിക്കാൻ. ക്രിക്കറ്റ് കളിക്കാൻ പോവാ. പിന്നെ പോവാ. പിന്നെ അല്ല ഞാൻ വെറുതെ വന്നതാ, അങ്ങോട്ട് പോയ സ്ഥിതിക്ക് ഇങ്ങോട്ട് കയറി എല്ലാരും കാണാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാ. അപ്പൊ പിന്നെ എങ്ങനെയാ കച്ചവടമൊക്കെ ആയിട്ട് കൊച്ചി തന്നെ കൂടുവാണോ അതോ പാലക്കാട് പോവോ? അല്ല കച്ചവടമൊക്കെ ഞാൻ അന്നത്തോടെ നിർത്തിയേച്ചി. ഇപ്പൊ അങ്ങനെ ഒരു പരിപാടിയില്ല. പിന്നെ ഈ പാലക്കാട് പോയിട്ട് ഒരു കാര്യമില്ല. നാട്ടുകാരെയും കുടുംബക്കാരെയും ഇങ്ങനെ കുത്തുവാക്ക് കേൾക്കാൻ നല്ലത് വേറെ ഒരു പ്രയോജനമില്ല. മറ്റേ കാര്യമൊക്കെ അറിയില്ല, അത് വെച്ച് തന്നെ പറയുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിൽക്കാം എന്നുള്ളൊരു ഓപ്ഷൻ. ഹായ് മോള്. ശിവു ഉമ്മ നമസ്കാരം. ഷിബു സൗഖ്യമാ? ആ സുഖം. ജയിലിപ്പോ പഴയതുപോലെ നല്ല എല്ലാ സൗകര്യങ്ങളുണ്ട്. സുഖം ആണോ? ആ പോണോ? വേണ്ട. ശിവചേട്ടാ ഓ എന്തൊക്കെ പറഞ്ഞാലും പഞ്ചര പഞ്ചര കൂട്ടിലാണെങ്കിലും പഞ്ചര പഞ്ചര തന്നെ പാരിൽ ആയിരിക്കുമല്ലേ? ഇതെന്തോ അറബിയാണോ? അറബി ഒന്നുമല്ല, ഇത് അച്ഛൻ പണ്ട് പറയണ കേട്ട് ഓരോന്നൊക്കെ ഓർത്ത് പറയണതാ. പക്ഷേ ഫീഡ് ചെയ്ത റൂട്ട് മാറിപ്പോയി. അങ്ങനെ ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് വെച്ചാ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ജയില് ജയില് തന്നെയല്ലേ. ഓ അങ്ങനെ മോള് മിടിക്കുന്ന കേട്ടാ. അതെ അതെ, മിടുക്കിച്ചിരി കൂടി പോയതിന്റെയാ. മിടുക്കിന്റെ കൂടെ ഇച്ചിരി സൗന്ദര്യം കൂടെ കൂടി പോയി. എല്ലാം തികഞ്ഞു സ്വയം അങ്ങ് വിശ്വസിച്ചേക്കുക. മാർക്കിന്റെ കാര്യം ഇപ്പൊ അങ്ങോട്ട് എടുത്ത് ഇട്ട് കൊടുത്തോണ്ടല്ലോ പൊളിഞ്ഞിടി. എപ്പോഴും എന്നെ ഇടിച്ച് താഴ്ത്തിക്കണം. അയ്യോ മോനെ, വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ആ അമ്മയും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങള് 3 പേരാ മൊത്തത്തില്. അമ്മ, ഞാൻ, ചേച്ചി. അച്ഛയില്ല, എൻ്റെ ചെറുതായി മരിച്ചുപോയി. പിന്നെ കുടുംബമൊക്കെ നോക്കിയത് അമ്മയാണ്. അമ്മ തന്നെയാണ് ചേച്ചിയുടെ കല്യാണവും കഴിപ്പിച്ചിട്ടത്. അതിനുശേഷം ചേച്ചി എന്തോ ഒരു ഇഷ്യൂവിനാൽ എന്നോട് മിണ്ടാറില്ല.
ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു അസുഖം വന്നു. അപ്പോൾ കുറച്ച് പൈസക്ക് എമർജൻസി ആയിട്ട് വന്നു. അപ്പം ജോലി ചെയ്തുണ്ടാക്കാൻ സിറ്റുവേഷൻ സമയം ഒന്നും എനിക്ക് പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങിയത്. എല്ലാം ഒരു എന്താ പറയാ, അതൊന്നും സാരില്ല ഷിബു, പാസ്റ്റ് ഈസ് പാസ്റ്റ് അല്ലേ? ഇനി മുന്നോട്ടുള്ള ജീവിതമാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ചേട്ടാ ചേട്ടൻ ഏതുവരെ പഠിച്ച്? ഞാൻ ബികോം വരെ പഠിച്ചു. അല്ല, പാസ്സായില്ല, പഠിച്ചു. ஷிபு உங்களை மாதிரியே தான் நானும். കെമിക്കൽ കച്ചവടം ഉണ്ടായിരുന്നു. அது இல்ல, எனக்கு அப்பா மட்டும்தான் இருக்காரு, அம்மா இல்ல. ഓ അങ്ങനെ, സോറി ചേച്ചി, വേറെ ഒന്നും വിചാരിക്കല്ലേ. அது பரவாயில்ல, நான் சொன்னேன். ஆனா என்னோட லைஃப் சேஞ்ச் ஆனது இவங்களை எல்லாம் பார்த்ததுக்கு அப்புறம் தான். ആണോ? എന്റേതും അങ്ങനെ തന്നെ. ഇവരെ കണ്ടതിന് ശേഷമാണ് എന്റെ ലൈഫും ചേഞ്ച് ആയത്. ഇവിടെ ഇങ്ങനെയാണോ? ഇവിടെ വന്നതിന് ശേഷം എല്ലാവരുടെ ലൈഫും ചേഞ്ച് ആവൂ? പിന്നെ ഇവിടെ പെട്ടുണ്ടല്ലോ, പെട്ടതാ അല്ല, ചേഞ്ച് ഉദ്ദേശിച്ചു. അളിയ, കേശു, കൈത, നന്ദിയുണ്ട്. തീത്താ തീരാത്തത്ര കടപ്പാടുണ്ട്. തീത്താ തീരണ്ട, ഒന്നുമില്ല, സന്തോഷം മാത്രം മതി. നന്ദിയുണ്ട് മോളെ, നന്ദിയുണ്ട്. ശിവു, നന്ദിയുണ്ട്, പ്രത്യേക നന്ദിയുണ്ട് കേട്ടോ. ஷிபு உங்களுக்கு ஒரு ஸ்ட்ராங் டீ எடுக்கட்டா? അയ്യോ വേണ്ട, ഞാൻ പോവാ. ശരി എന്നാ. നിക്ക് ഷിബു, മഴയൊക്കെയല്ലേ, നമുക്കൊരു ചൂടോടെ ചായ ഒക്കെ കുടിച്ചിട്ട് പോവാ. എന്നാ പിന്നെ. ஆமா ஷிபு, நான் இப்பவே எடுத்துட்டு வரேன். ചായ കുടിച്ചിട്ട് പോ. എടാ 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 ആദ്യം ഞാൻ ഒന്ന് എടാ എന്നെ പറയാൻ സമ്മതിക്ക്. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അത് നടക്കൂ. അത് ആദ്യം സെറ്റ് ആക്ക്. ഞാൻ ഇവിടെ നമ്മുടെ കേശു ബ്രോയില്ലേ, ബ്രോയുടെ വീട്ടില് ഇല്ല ചായ കുടിച്ചോണ്ട് ഇറങ്ങും. ഒരു പൈസയുടെ കാര്യത്തിലൊക്കെ കുറച്ച് ഓട്ടത്തിലാണ്. അത് സെറ്റാക്കിയിട്ട് വേണം. ഞാൻ വിളിക്കാം നിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. നീ മറ്റേ കാര്യം ഒന്നും പറഞ്ഞ എന്നെ, എൻ്റെ പൊന്നു സുഹൃത്തെ, നീ അതൊന്നും പറഞ്ഞ് എന്നെ വിളിക്കില്ലേ. അതൊക്കെ ഞാൻ നിർത്തി കേട്ടാ. പലവട്ടം ഞാൻ പറഞ്ഞാണ് നിൻ്റെ അടുത്ത്. വേറെ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടെങ്കിൽ വല്ലതും വിളിച്ചാൽ മതി കേട്ടാ. ശരിയല്ലേ? ശിവബ്രോ ഭയങ്കര തിരക്കിലാണെന്ന് തോന്നുന്നു. കുറച്ച് തിരക്കാണ്. ഇപ്പം പുതിയൊരു കടയിലൊക്കെ പരിപാടിയായിട്ടെ അങ്ങനെ ഒരു കട എടുത്തിട്ടുണ്ട് ഇവിടെ. ഏത് കട? മൊബൈൽ ഷോപ്പ്. മൊബൈൽ ഷോപ്പ്? അതിന് ചെറിയ കടയാണ്, പക്ഷെ എന്നാലും അഡ്വാൻസ് കൂടുതലാണ്. അതിൻ്റെ ഒരു ഓട്ടത്തിലാണ്. അമ്മ കുറച്ച് പൈസ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിചയക്കാരിൽ നിന്ന്. പിന്നെ കുറച്ച് ഫ്രണ്ട്സും സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അത് എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയില്ല, വിശ്വസിക്കാൻ പറ്റുമെന്ന്. കിട്ടുവാണെങ്കിൽ കിട്ടും. അല്ല, ഈ മൊബൈൽ ഷോപ്പൊക്കെ തുടങ്ങുമ്പോൾ പണി അറിയുന്ന അവനേലും കൂടെ വേണ്ടേ? ഉണ്ട്. എൻ്റെ കൂടെ അന്ന് ബൈക്കിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പയ്യല്ലേ. അല്ല, അവനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പണി നടക്കൂ. അതെന്ത് ബ്രോ അങ്ങനെ പറഞ്ഞ? അല്ല മറ്റേ അതൊന്നുമില്ല. ഇപ്പം എല്ലാം ഞാൻ നിർത്തിപ്പിച്ച് റീ എഡിഷൻ സെന്റർ ഉണ്ടാക്കി. അല്ല, ഡി എഡിഷൻ സെന്ററിൽ. ഡി എഡിഷൻ സെന്ററിൽ. അല്ല ബ്രോയുടെ ഇല്ലേ? അല്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫണ്ട് നാല് വഴിക്ക് തീർന്നു. പിന്നെ കുറച്ച് പൈസ കിട്ടാറുണ്ട്. അത് ഞാൻ വേണ്ടെന്ന് വെച്ച്. അതെന്തരും? പിന്നെ അത് നിങ്ങൾക്ക് അറിയാലോ, അത് എവിടെ നിന്നാണ് വന്നതെന്ന്. അത് ഞാൻ ഇതിലോട്ട് ഇടുന്നില്ലെന്ന് വെച്ച്. അങ്ങനെ. അതെ. അപ്പൊ ബ്രോ പാലക്കാട് അപ്പൊ പോവും? ഇന്ന് നാളെ പോവോ? അല്ല, ഞാൻ ഒരു സത്യം പറയട്ടെ, നിങ്ങൾക്ക് മൂന്നുപേർക്കൊന്നും തോന്നരുത്. ഇല്ല, പറഞ്ഞോളൂ. സത്യം എൻ്റെ സ്ഥലം പാലക്കാടല്ല. അളിയാ, തന്നെ കണ്ട ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ ഉറപ്പിച്ചാണ് തന്റെ വീട് പാലക്കാടല്ലെന്ന്. ആണല്ലേ? എവിടെയാ സ്ഥലം? പത്തനംതിട്ട, കോന്നി. പത്തനംതിട്ടക്കാരനാ? അതെ. ഷിബുനെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ബോധവും വിവരമൊക്കെ തനിക്കുണ്ട്. എന്നിട്ടും ഈ ഡാർക്ക് റൂട്ടിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതാണ് കാശിനോടുള്ള ആർത്തി. മനസ്സിലായില്ല? നമുക്ക് പൈസ, ഒരു മനുഷ്യന് പൈസ വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവ ഏത് വഴിയാണെങ്കിലും ആ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. അതിപ്പോ ഒരാളെ കൊന്നിട്ടാണെങ്കിൽ പോലും. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ, എനിക്ക് ജീവിക്കേണ്ട പൈസ മാത്രം ഉണ്ടാക്കുക, സമാധാനത്തിൽ ജീവിക്കുക. ഇപ്പൊ നിങ്ങൾ റിയൽ ലൈഫിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കണം. പൊളിച്ചതായി. അതിന് കാരണക്കാര് നിങ്ങൾ തന്നെയാണ്. അല്ല ഷിബു, ഇപ്പൊ നാട്ടില് നിക്കാൻ താല്പര്യമില്ലെങ്കിലേ അമ്മേനെയും കൂട്ടി ഇങ്ങോട്ട് വന്നൂടെ? എന്നിട്ട് ഇവിടെ വാടകയ്ക്ക് ഒരു വീടൊക്കെ എടുത്ത് സെറ്റിൽ ആവാലോ. ഞാൻ കൊറേ വിളിച്ചതാ, അമ്മ വരൂല.
ഞങ്ങൾക്ക് നാട്ടിൽ 5 സെന്റ് സ്ഥലവും ചെറിയൊരു വീടുണ്ട്. അത് വിട്ട് അമ്മ ഒരിടവും വരില്ല. അമ്മയ്ക്ക് മരണം വരെ അതിനകത്ത് തന്നെ നിൽക്കണം. അതാണ് അമ്മയുടെ സ്വർഗം. എത്ര വിളിച്ചാലും വരില്ല. ആണ് സീൻ. അതൊക്കെ ശരിയാണ്, പക്ഷെ അമ്മയ്ക്ക് പ്രായമായി വരികയല്ലേ. അതാണ് എൻ്റെ ടെൻഷൻ. ഞാൻ വിളിച്ച അമ്മ വരില്ല. ഞാൻ അമ്മേനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതെ, ഈ ശിവോളിയിലുള്ള ചായ എടുത്താ? എടുക്കുന്നുണ്ട്. ഞാൻ എടുക്കാം. ജസ്റ്റ് വെയിറ്റ്. എന്തായാലും ഷോപ്പിന്റെ കാര്യമൊക്കെ പയ്യെ പയ്യെ അങ്ങ് തുടങ്ങ്, അമ്മയൊക്കെ വരും. ആ ഞങ്ങളുടെ അമ്മ വിളിക്കുന്നുണ്ട്. ഹലോ. ആ റോക്സ് നമുക്ക് അതോട്ടിരിക്കാം. നിങ്ങളെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളൊക്കെ എന്ത് ഹാപ്പിയാണ്. ഇനി തൊട്ട് റോക്സും ഹാപ്പി ആയിരിക്കും. നോക്കോ, ഞാൻ എൻ്റെ അമ്മേനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ അമ്മേനെ പൊന്നുപോലെ നോക്കണം. അയ്യോ വിഷമിക്കുന്ന എന്തിനാ? അശ്ശേ, അതൊക്കെ പോട്ടെ. ശരിക്കും പറഞ്ഞ റോക്സ് ഇങ്ങനത്തെ ഒരാളെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇനിയിപ്പോ ഫ്രീ ആയിരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞേ. ഉറപ്പായിട്ട് വരും. അറിയൊന്നും വേണ്ട. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഈ ഫാമിലി ബോണ്ടിങ് കാണുമ്പോഴേ എനിക്കും നിങ്ങളുടെ ഒരാളായിട്ടിരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഷിബു റോക്സ് വീട്ടിലൊരു അംഗം തന്നെയാ. അങ്ങനെ തന്നെ ഞങ്ങളും കണ്ടിട്ടില്ലേ. ഞങ്ങളുടെ മെമ്പർ തന്നെയാ കേട്ടോ. വാന്ന് വാ, ചായ കുടിക്കാം. വരാം. എടാ വന്ന് ഇങ്ങോട്ട് വാ. ശിവു ടീ. ചിപ്സ് കഴിക്കണേ. കഴിക്കാം. അല്ല, നിങ്ങൾക്കാർക്കും ചായ വേണ്ടേ? ആദ്യം ഷിബു കുടിക്കേ, ഞങ്ങള് പയ്യെ കുടിച്ചോളാം. ശിവചേട്ടൻ കഴിക്ക്. ഞാൻ കഴിക്കാം. ശിവചേട്ടന് കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിക്ക്. ബാക്കി കഴിക്കാൻ ഇവിടെ ആളുണ്ട്. ശിവു ടീ എപ്പടി ഇരിക്ക്? കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോ ആര് ചോദിച്ചാലും അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഉള്ള കാര്യം ഉള്ള പോലെ പറ. അങ്ങനെയൊന്നും അല്ല. ഞാൻ ചോദിച്ച റോക്സ് സത്യം പറയൂ. അല്ല റോക്സേ? പറയും. അതാണ് സത്യം. പറ, എങ്ങനെയുണ്ട് ചായ? കടുപ്പം, മധുരം എന്തെങ്കിലും കൂട്ടണോ കുറയ്ക്കണോ? മനസ്സിൽ എന്തുണ്ടെങ്കിലും ഉള്ളതുപോലെ പറഞ്ഞു. സത്യം പറഞ്ഞ എനിക്ക് ചായക്ക് ഇത്രയും മധുരം വേണ്ട. അതെങ്ങനെയാ? പായസം വെക്കണ മൈൻഡിലല്ലേ ചായ ഇടാൻ കയറുന്നേ. പിന്നെ മധുരം കൂടാണ്ടിരിക്കുവോ? ചേട്ടന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാ. കേട്ടല്ല, മധുരം കൂടുതലാ, കുറയ്ക്കണം കേട്ടോ. ഇനി വേറെ പ്രശ്നം പറ. വേറെ എനിക്ക് കുറച്ചും കൂടെ കടുപ്പം വേണം. അപ്പൊ ചായക്ക് കടുപ്പവും ഇല്ല, മധുരവും കൂടുതൽ. മൊത്തത്തിൽ പറഞ്ഞ ഒരു പാലും വെള്ളം അല്ലേ? വെള്ളച്ചായ. വെള്ളം ചായ. ലച്ചു ആന്റി സാരില്ല, പോട്ടെ. എന്തായാലും ആന്റിയുടെ കയ്യിൽ നിന്ന് പോയി. ഇന്ന് ആന്റിയുടെ ദിവസം അല്ല. കഴിഞ്ഞ ആന്റി, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് അടുത്ത മാട്ടുപകല് പിടിക്കാം. പോരെ? ശിവാ. നിങ്ങളുടെയൊക്കെ സംസാരം കേൾക്കുമ്പോഴേ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു. എന്റെ വീട്ടിൽ ഭയങ്കര സീരിയസാ. ഞാൻ തന്നെ. അതേപോലെ വീടും സീരിയസാ. മോനെ അതൊക്കെ മാറും. ഇപ്പൊ ചേച്ചി അവിടെ ഇല്ലല്ലോ, അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ. ദേ, ഞാൻ ഉപദേശിക്കുവാണെന്നൊന്നും വിചാരിക്കല്ലേ. ഇനിയിപ്പൊ അങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോൻ പഴയ കൂട്ടുകെട്ടൊക്കെ അങ്ങ് വിട്ടിട്ട് ഒരു ജോലിയൊക്കെ മേടിക്കണം. എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. പിന്നെ കുറെ കഴിയുമ്പം ഒരു കല്യാണമൊക്കെ കഴിക്കണം. കല്യാണം കഴിച്ചാൽ കൊച്ചൊക്കെ വീട്ടിൽ വന്ന് കയറുമ്പം ഭയങ്കര സന്തോഷമായിരിക്കും. ദേ ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഈ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇത്രയും സന്തോഷമായിട്ടൊക്കെ പോന്നേ. കല്യാണക്കാരൊന്നും ഈ ജമ്മത്ത് നടക്കൂല. അതെന്താ? അത് എനിക്കൊക്കെ ആര് പെണ്ണുകാരായി. എന്റെ ഷിബു, നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇവൻ എന്റെ അനിയനായതുകൊണ്ട് പറയുമല്ല, ഇവന് ഒരു പെണ്ണ് സെറ്റായി, അതും 2 എണ്ണം. സോറി 4 എണ്ണം. പിന്നെ ഷിബുവിന്റെ അടുത്ത് ഇപ്പൊ കല്യാണം കഴിക്കാൻ പറഞ്ഞില്ലല്ലോ. ഒരു 5-6 കൊല്ലമൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിലൊക്കെ ആയിട്ട് മതി. അപ്പോഴേക്ക് ഈ ചീത്തപ്പേരൊക്കെ നാട്ടുകാരും വീട്ടുകാരൊക്കെ അങ്ങ് മറക്കും. ഇനി അഥവാ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ എന്റെ എല്ലാ കഥകളും തുറന്ന് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. അതാണ് സ്പിരിറ്റ്. എന്തായാലും പൊളിച്ചു റോക്സ്. അത് കറക്റ്റ് ആണ് കേട്ടാ. ഞാനും അതിനോട് 100% യോജിക്കുന്നു. നമ്മൾ ഒരിക്കലും ഈ കള്ളം പറഞ്ഞ ആരുടെയും മനസ്സിൽ ഇടിച്ചു കയറേണ്ട ഒരു കാര്യമില്ല. അത് കയറാൻ പാടില്ല. അതെ. അങ്ങനെ എങ്ങനെ ഇപ്പൊ മെർലിൻ ചേച്ചി ഇപ്പൊ ഇവിടെ വേണമായിരുന്നു. അലീനയും ഹരിതയും. ഇപ്പൊ അവിടെ ആരെങ്കിലും ഇതിന്റെ കാര്യം ചോദിച്ചാ അല്ല ഈ മെർലിനും അലീനയൊക്കെ ആരാ?
പറയട്ടെ. വേണ്ട വേണ്ട ചായ കുടി കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. വേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞത് കേട്ടാ മതി, ഞാൻ പറഞ്ഞുതരാം. ചായ കുടി കേട്ടാ. ചിപ്സ് ഞാൻ കഴിച്ചോളാം. എല്ലാം എഴുതും. ചിപ്സ് അല്ല എടുക്കണം. അതെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അടുത്ത തവണ വരുമ്പോ ചായ മാറ്റി മോരുമ്പുള്ള സെറ്റാക്കി തരാം. സെറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കാണാം. അപ്പൊ ബൈ. ബൈ. ശിവു കാണാം. ഓ കാണാം. അളയാ ചെന്നിട്ട് വിളിക്കണേ. ഓ ഉറപ്പായിട്ടും വിളിക്കാം. ശരി. അല്ല കുളം നോക്കുന്നുണ്ടോ? ചിലപ്പോ പറയാൻ പറ്റില്ല, മഴ വല്ലതും പെയ്തല്ലേ. അത് സെറ്റാക്കാം. ശരി പോട്ടെ. ഓ സൂക്ഷിച്ചോണേ. ഓക്കെ ബൈ. ബൈ. ബൈ ബൈ. പാവല്ലേ. ആ ആൾക്കാരിങ്ങനെ അടുത്തറിയുമ്പോഴാണ് നമുക്ക് അവരുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാവും. തങ്കപ്പെട്ട പയ്യ തന്നെ. എന്തായാലും നന്നായി പോയല്ല. ഹലോ ശിവാനി, ഞാനാ ഷിബു. ഞാൻ പോയില്ലായിരുന്നു, ഗേറ്റിൻ്റെ അടുത്തുണ്ട്. ഒന്ന് ഇവിടെ വരെ ഒന്ന് വരാവോ? വേറെ ആരും വേണ്ട, ഒറ്റയ്ക്ക് വന്നാൽ മതിയേ. ആ ഓക്കെ. ഇതാ പറഞ്ഞു ഹെൽമെറ്റൊക്കെ പറഞ്ഞ. വിളിച്ചേ? എന്താ വിളിച്ചേ? എന്താ? അല്ല എന്തിനാ വിളിച്ച എന്റെ ഫോണില്? ആ വിളിച്ച് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അല്ല എന്റെ നമ്പർ എവിടെ കിട്ടി? നമ്പര് കഷ്ടപ്പെട്ട് ഒപ്പിച്ച് കൂട്ടുകാരന്മാരൊക്കെ വെച്ചേ. ആ അങ്ങനെ ഒപ്പിച്ചേ? വീട്ടിൽ വന്നപ്പോ എന്നോട് ചോദിച്ചാ പോരായിരുന്നു, ഞാൻ തരത്തില്ലേ? മതിയായിരുന്നല്ലേ? അല്ല എന്തിനാ വിളിച്ചെന്ന്? അതൊരു കാര്യം ചോദിക്കണ്ടായിരുന്നു. ചായ കുടിച്ചാ? ചായ കുടിച്ചാ? ഇല്ല, ഞാൻ കുടിച്ചോളാം. അതൊക്കെയാണോ? അല്ല അതല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അതാണ്. ചേട്ടൻ ചോട്ടടിച്ചിട്ട് കാര്യം പറയട്ടാ. എനിക്കൊരു കാര്യം പറ്റി. പറ്റിയാ? ആ ഞാൻ ജയിലിൽ കിടന്നില്ലേ, അപ്പൊ എനിക്കൊരു ബോധോദയം വന്നു. ആ പൊതുവെ പലർക്കും ഇങ്ങനെ ജയിലിലൊക്കെ കിടക്കുമ്പോഴത്തേക്കും ബോധോദയം വരുന്ന കേട്ടിട്ടുണ്ട്. നല്ല കാര്യം എന്തായാലും, നന്നായി. ഇത് അങ്ങനത്തെ ബോധോദയല്ല, ലൈഫിനെയൊക്കെ പറ്റിട്ടെ. അതും ചേട്ടൻ പറഞ്ഞല്ലോ. ഇപ്പൊ ഇനിയിപ്പോ പഴയതൊക്കെ മറന്ന് നന്നായി നല്ലൊരു ജീവിതമൊക്കെ വേണമെന്നാണല്ലോ. നല്ല കാര്യം, അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അത് വേണം. പക്ഷെ ഞാൻ ഇനി വളച്ചൊടിക്കാതെ ഞാൻ കാര്യം പറയാം. സംഭവം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആർക്കും പറയുകയും ചെയ്യല്. ഇതിവിടെ തന്നെ അവസാനിച്ചാ മതി. എനിക്കെന്ത് ബുദ്ധിമുട്ട് ചേട്ടൻ പറ. ഞാൻ ജയിലിൽ കിടന്നപ്പോഴാണല്ലോ എന്റെ ജീവിതം മാറിയത്. അത് ചേട്ടൻ പറഞ്ഞല്ലോ. അത് പറഞ്ഞു. അതിന് നിമിത്തമായത് നിങ്ങളൊക്കെയാണല്ലോ. അതും ചേട്ടൻ അടുത്തച്ച് പറഞ്ഞായിരുന്നല്ലോ. അതും പറഞ്ഞു. ചേട്ടാ ഇതിപ്പം ആ സാഹചര്യത്തില് അങ്ങനെ ഞങ്ങൾക്കൊരു നിമിത്തമാവാൻ പറ്റി, അത്രേ ഉള്ളൂ. അതിപ്പോ ഞങ്ങളുടെ സാഹചര്യത്തിൽ ആരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. എന്തായാലും ചേട്ടൻ നന്നായല്ലോ, അതൊരു സന്തോഷം. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പോട്ടെ. അല്ലല്ലേ പോലെ പറയാൻ വന്ന കാര്യം പറഞ്ഞില്ല. സത്യം പറഞ്ഞ ഇതൊന്നും അല്ല ഞാൻ പറയാൻ വന്ന കാര്യം. എന്തുവാ? ചേട്ടൻ ചുമ്മാ എന്നെ ടെൻഷൻ കാര്യം പറ. ഇപ്പം ഞാൻ പറയണ കാര്യം കേട്ടിട്ട് ഇയാൾക്ക് എന്നെ അടുത്ത് വെറുപ്പോ ദേഷ്യമോ ഒന്നും തോന്നരുത് കേട്ടാ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നത് കൂട്ടുകാരന്മാരെ കാണാനൊന്നുമല്ല, പിന്നെ തന്നെ കാണാനാ. ഞാൻ വളച്ചിട്ട കാര്യം പറയാം. എൻ്റെ വീടും കുടുംബവും സാഹചര്യങ്ങളൊക്കെ വേറെയാണ്, അതേപോലെ ശിവയുടേതും വേറെ ആയിരിക്കും. എനിക്കിത് പറയാൻ യോഗ്യത ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാണ്, എനിക്ക് ഇഷ്ടമാണ്. അല്ല അടിക്കരുത്, വെറുക്കരുത്, ശപിക്കരുത് എന്നും എൻ്റെ മനസ്സിൽ ശിവ മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും പറയുകയും ചെയ്യില്ല. ഓക്കെ. നീ ഇവിടെ നിൽക്കണ
എന്തെന്നാ എന്താന്ന് ആ ചേച്ചി ഷിബു റോക്സിന് എന്നോട് ഐ ലവ് യു ആണെന്ന്. അയ്യേ അയ്യോ എന്ത് ആ ഐ ലവ് യു എന്ന് പറഞ്ഞ അല്ല കണ്ണി നോക്കിയിട്ട് എനിക്ക് ശിവ ഇഷ്ടമാന്ന്. പിന്നെ അത് മാത്രമല്ല അവൻ ജയിലിൽ കയറിയപ്പോ തൊട്ട് ഞാൻ എന്റെ മനസ്സിൽ കയറി ഇരിക്കുവാണെന്നൊക്കെ. എന്ത് ചെയ്യും ചേച്ചി? ശിവ അതെ അയ്യോ, യേശു. എന്താണ് എന്താ ഒന്നുമില്ല അല്ലേടി അതെ അതെ ഒന്നുമില്ല.